പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. സർവൈവർ സീരീസ് 2024 വാർ ഗെയിംസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ കിടിലൻ മാച്ചുകളും സെഗ്മെൻറ്റുകളും കാണാൻ സാധിച്ചു. ആദ്യമേ പങ്കുവെക്കാനുള്ള പോയിന്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ന്യൂ ഡേയുടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന എപ്പിസോഡായിരിക്കും അടുത്ത റോ എന്നുള്ളത് WWE ഇപ്പോൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. 11 തവണ ടാഗ് ടീം ചാമ്പ്യന്മാരായ ന്യൂ ഡേയുടെ ഈ 10ാം വാർഷികം വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് റോയിൽ അവർ ആഘോഷിക്കാൻ പോകുന്നത്. എന്നാൽ ന്യൂ ഡേ സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇന്നത്തെ റോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത റോയിൽ ബിഗി എന്ന് പറയുന്ന ന്യൂ ഡേ ടീമിൻ്റെ മെമ്പർ ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന മുൻ WWE ചാമ്പ്യൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. സാവിയർ വുഡ്സിൻ്റെ ഹീൽ ടേണിനും അടുത്ത റോ എപ്പിസോഡിൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ന്യൂ ഡേ ടീം ആൽഫ അക്കാദമിയെയാണ് നേരിട്ടത്. ആൽഫ അക്കാദമിക്ക് ആ ഒരു മത്സരത്തിൽ പെട്ടെന്ന് ന്യൂ ഡേ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മിസ്കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പ്രശ്നം. തുടർന്ന് ബാക്ക് സ്റ്റേജിൽ വന്ന ആ ഒരു തർക്കം അത് വലിയൊരു തർക്കമായിരുന്നു. അതായത് കോഫി മാനിയ എന്ന് പറയുന്ന ആ കോഫി കിങ്സ്റ്റൺ WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ച ആ ഒരു മൊമെൻറ്റ് അതിന് പിറകിൽ താനാണെന്ന് സാവിയർ വുഡ്സ് അവകാശപ്പെടുന്നു. സാവിയർ വുഡ്സിന് ചാമ്പ്യൻഷിപ്പ് ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്തത്, അതായത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്തത് അതിനുള്ള കാലിബർ സാവിയർ വുഡ്സിന് ഇല്ല എന്നുള്ളത് കൊണ്ടാണെന്നും കോഫി പറയുന്നുണ്ട്. കോഫി കളിയാക്കാൻ വേണ്ടി സാവിയർ വുഡ്സ് പറയുന്നത് ബ്രോക്കിനെതിരെ 6 സെക്കൻഡ് കൊണ്ട് തോറ്റ ആ ഒരു നിമിഷത്തെ സംബന്ധിച്ചാണ്. വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ന്യൂ ഡേ ടീമിൻ്റെ താരങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രോക്ക് ലെസ്നറുടെ പേര് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഡയറക്റ്റായി മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ബ്രോക്കിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചന അവർ കൃത്യമായിട്ട് ഇങ്ങനെ വീക്ക്ലി എപ്പിസോഡുകളിൽ നൽകുന്നുണ്ട്. റിട്ടേൺ ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന റെസ്ലറിനെ മറക്കാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ക്രിയേറ്റീവ് ടീം നടത്തുന്നുണ്ട്. എന്തായാലും ന്യൂ ഡേ ടീമിൻ്റെ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. റോ എപ്പിസോഡിൽ ഇനി വരുന്നതിൽ ന്യൂ ഡേ സ്പ്ലിറ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2024 കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മാച്ച് കാർഡുകളെ സംബന്ധിച്ചാണ്. ഇന്ന് നമുക്ക് റോ എപ്പിസോഡിൽ നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറും ലുഡ്വിഗ് കൈസറും തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ 1-on-1 മത്സരം കാണാൻ സാധിച്ചു. ആ മത്സരം ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. ഷെയ്മസ് വന്ന് പിന്നീട് അതൊരു ഭയങ്കര ഫൈറ്റിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ആ ഫൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു 3 അംഗ ഫൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ആദം പിയേഴ്സ് വന്ന് പറയുന്നത് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യുന്നു എന്നുള്ളതാണ്. മത്സരത്തിൽ ഷെയ്മസിന് വിജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം സർവൈവർ സീരീസ് പോലെ WWE ചരിത്രത്തിലെ ടോപ്പ് 4 പേപ്പർ വ്യൂകളിൽ ഒന്നിൽ ഷെയ്മസിനെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിൽ ഈ ഒരു മാച്ച് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. ആ പ്രഡിക്ഷൻ വീഡിയോയിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ പറയുന്നു. ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനും ഷെയ്മസ് പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകാനും സാധ്യതകൾ ഒരുപോലെ 50-50 ഞാൻ കൊടുക്കുന്നത്. ലുഡ്വിഗ് കൈസറിന് എന്തായാലും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ചാമ്പ്യൻ ആകാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരം LA നൈറ്റ് എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ഷിൻസ്കെ നാക്കമോറയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഈ മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ ഞാൻ പങ്കുവച്ചിരുന്നു. റോ എപ്പിസോഡിൽ അത് സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അമേരിക്കൻ മെയ്ഡ് എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. നിലവിൽ അവരുടെ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് ഹോൾ ഓഫ് ഫെയിമറായ റെയ്മിസ്റ്റീരിയോയുടെ നേതൃത്വത്തിലുള്ള LWO എന്ന് പറയുന്ന ടീമിന് എതിരെയാണ്. ഇന്ന് നടന്ന ടൊർണാഡോ ടാഗ് മത്സരത്തിൽ ജഡ് ഗേബിളിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് അതുമൂലം ക്രീഡ് ബ്രദേഴ്സ് വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി തുടർന്നുള്ള റോ എപ്പിസോഡുകളിലും റെയ്മിസ്റ്റീരിയോയ്ക്കെതിരെ ജഡ് ഗേബിളിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചേക്കാം. എന്തായാലും ജഡ് ഗേബിൾ എന്ന് പറയുന്ന റെസ്ലറിന് ഒരു സമയത്ത് ലഭിച്ച ഒരു മൊമെൻറ്റം ഇടയ്ക്ക് എവിടെയോ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ റെയ്മിസ്റ്റീരിയോയ്ക്കെതിരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി ആ ജഡ് ഗേബിളിൻ്റെ ആ ഒരു നഷ്ടപ്പെട്ട മൊമെൻറ്റം തിരിച്ചു വരുന്നതായിട്ടുള്ള ചെറിയൊരു സൂചനയും നൽകുന്നുണ്ട്. ഈ സ്റ്റോറി കുറച്ചും കൂടി നല്ല ഒരു ഇൻറ്റൻസിറ്റി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ നടക്കാൻ പോകുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഡെമിൻ പ്രീസ്റ്റ് എന്ന് പറയുന്ന ചലഞ്ചറും ഗന്ധർ എന്ന് പറയുന്ന ചാമ്പ്യനും ഫേസ് ടു ഫേസ് വരുന്ന ഒരു
സെഗ്മെൻ്റ് ആയിരുന്നു. ഈ സെഗ്മെൻറ്റിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗുന്തർ എന്ന ചാമ്പ്യനെ നിലംപരിശാക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഞാൻ പങ്കുവെക്കാൻ പോകുന്ന പോയിന്റ് മറ്റൊന്നുമല്ല, സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ഡാമിയൻ പ്രീസ്റ്റ് ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് അടിവര ഇട്ട് തരുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. കാരണം ടിപ്പിക്കൽ WWE സ്റ്റോറി ലൈൻ്റെ പോക്ക് ഇങ്ങനെയാണ്. ചലഞ്ചറിനെ വലിയ രീതിയിൽ കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്ലറിനെ വീക്ക്ലി എപ്പിസോഡുകളിൽ വലിയ രീതിയിൽ കാണിച്ച് പിന്നീട് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് എത്തുമ്പോൾ എതിരാളി വിജയിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക. അതിലൊരു വ്യത്യാസവും നമുക്ക് സർവൈവർ സീരീസിൽ പ്രതീക്ഷിക്കേണ്ട. ഗുന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്തായാലും ഇന്നത്തെ ഓപ്പണിങ്ങിലെ സെഗ്മെൻറ്റ് കിടിലമായിരുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗുന്തറിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ടുള്ള ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ക്യാരക്ടർ വർക്ക് അതിഗംഭീരമായിരുന്നു. ആറാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം WWE വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഫിൻ ബാലറും JD മെക്ഡോണയും വാർ റൈഡേഴ്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. വാർ റൈഡേഴ്സ് വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് വെക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് തന്നെ ജഡ്ജ്മെൻറ്റ് ഡേ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതുതന്നെയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. വാർ റൈഡേഴ്സിന് ഒരു റീമാച്ച് കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. കാർലിറ്റോ, ഡൊമിനിക് മെസ്റ്റിറ്റോ തുടങ്ങിയവരുടെ ഇൻ്റർഫിയറൻസ് തന്നെയാണ് വാർ റൈഡേഴ്സ് പരാജയപ്പെടാനുള്ള കാരണം. എന്തായാലും ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഇത്രയും ദിവസത്തെ ഒരു ടൈറ്റിൽ റണ്ണിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണ മാത്രമാണ് വീക്ക്ലി എപ്പിസോഡിൽ അവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ടൈറ്റിൽ റണ്ണ് വളരെ മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർക്ക് മികച്ചൊരു സ്റ്റോറി പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. വാർ റൈഡേഴ്സിനെതിരെ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറിയും ഒരു പ്രത്യേക സ്റ്റിപ്പുലേഷനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മത്സരമൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക് കൊണ്ട് കളയുന്നതാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. തുടർന്നുള്ള റോ എപ്പിസോഡുകളിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏഴാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വൈറ്റ് സിക്സിൻ്റെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഫൈനൽ ടാസ്റ്റ്മെൻറ്റിലെ കിരൺ ക്രോസ് എന്ന ലീഡർ, ദ മിസ്, AOP തുടങ്ങിയവർ വൈറ്റ് സിക്സിനെ അന്വേഷിച്ച് ഇറങ്ങുന്നതും സ്കാർലറ്റ് ആ ഒരു ലോക്കർ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ ഒരു മിററിൽ പെട്ടെന്ന് നിക്കി ക്രോസ് വന്ന് നിൽക്കുന്നതും പിന്നീട് ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം നമുക്ക് നിക്കി ക്രോസ് ആ ഒരു റൂമിൽ മൊത്തം അലങ്കോലമാക്കി സ്കാർലറ്റിനെ ആക്രമിച്ച് പോയതായിട്ടുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുകയും പിന്നീട് ആ ഒരു മിററിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിക്കി ക്രോസ് എഴുതി വെച്ചതായിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനർത്ഥം ഫൈനൽ ടാസ്റ്റ്മെൻറ്റിനെതിരെ നിക്കി ക്രോസ് അല്ലെങ്കിൽ വൈറ്റ് സിക്സ് നല്ല രീതിയിലുള്ള ഒരു ആക്രമണം ഇനിയും നടത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു വാർണിംഗ് കൊടുത്തു പോകാനുള്ള സാധ്യത ഇനി ഇല്ല. ഇനി തുറന്നുള്ള ഒരു ഫൈറ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അപ്പോൾ കിടിലൻ സ്റ്റോറി അല്ലെങ്കിൽ കിടിലൻ സെഗ്മെൻറ്റ് നമുക്ക് ഇനി വരുന്ന റോ എപ്പിസോഡുകളിൽ വൈറ്റ് സിക്സ് ഫൈനൽ ടാസ്റ്റ്മെൻറ്റിലൂടെ പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്നത്തെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഈ വൈറ്റ് സിക്സിൻ്റെ ഫൈനൽ ടാസ്റ്റ്മെൻറ്റിൻ്റെതായിട്ട് കാണാൻ സാധിച്ചത്. എട്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ ബ്രാൻഡിലേക്ക് പുതിയ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ സംബന്ധിച്ചാണ്. വുമൻസ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പ്, ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വിജയി കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റ് ഉടനെ ആരംഭിക്കുമെന്നും മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി ആരംഭിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പുതിയ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആരായിരിക്കും എന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മത്സരം നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. വുമൻസ് ചാമ്പ്യനായ നയ ജാക്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബിയാങ്ക ബെലേർ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെയ്ലിയുടെ സഹായം കൊണ്ടാണ് ബിയാങ്ക ബെലേർ വിജയിക്കുന്നത്. കൂടാതെ ജേഡ് കാർഗിലിന് പകരമായി ബിയാങ്ക ബെലേറിൻ്റെയും റിയ റിപ്ലിയുടെയും ടീമിലേക്ക് അഞ്ചാമത്തെ മെമ്പറായിട്ട് കയറി വരുന്നതും നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. പിന്നീട് പങ്കുവെക്കാനുള്ള ചെറിയൊരു അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ CM പങ്കിനെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു തലത്തിലുള്ള ഒരു സംസാരം ഊസോസ്, സാമി സെയിൻ തുടങ്ങിയവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. വൈസ്മാൻ കൊണ്ടുവന്നതിലെ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം എന്നുള്ളൊരു അഭിപ്രായമാണ് ജിമ്മി ഊസോ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും പോൾ ഹീമിനെ വിശ്വാസമാണ്, CM പങ്കിനെ വിശ്വാസമില്ലെങ്കിലും. എന്തായാലും സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു സിറ്റ് ഡൗൺ ഇൻ്റർവ്യൂ CM പങ്കും റോമൻ റെയിൻസും തമ്മിൽ നടത്തുന്നുണ്ട്. ആ ഒരു സെഗ്മെൻറ്റ് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. മില്യൺ കണക്കിന് വ്യൂസ് കിട്ടാൻ പോകുന്ന ഒരു സിറ്റ് ഡൗൺ ഇൻ്റർവ്യൂ തന്നെയായിരിക്കും നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിക്കുക. കൂടാതെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ അഡ്വാൻറ്റേജ് മത്സരമായിട്ട് ജെ ഊസോ വേഴ്സസ് ജാക്ക് ഫാറ്റു തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് അല്ല, ഓൾറെഡി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സ്മാക്ഡൗൺ എപ്പിസോഡ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില റിസൾട്ടുകളും സ്പോയിലേഴ്സും നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ളൊരു അഡ്വാൻറ്റേജ് മത്സരം നമുക്ക് ഇന്നത്തെ ശനിയാഴ്ച കാണാൻ സാധിക്കും. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.